In this video we are going to discuss about an example of incomplete contract അക്കൗണ്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ് എന്താണെന്ന് പറഞ്ഞു. അതിൽ വരുന്ന കുറച്ച് ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ വർക്ക് സർട്ടിഫൈഡ്, അൺസർട്ടിഫൈഡ്, റിട്ടൻഷൻ മണി എന്നുള്ള ടേംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് എങ്ങനെയാണ് കാണേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേംസുകളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രം നമുക്ക് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓരോ ടേംസും എങ്ങനെയാണ് വന്നതെന്നുള്ളത് എടുക്കണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിലുള്ള പേജ് നമ്പർ 230 എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, The contract ledger of a company showed the following expenditure on account of contract number 1470 at 31st December 2020. എന്നിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് 94,000, പ്ലാൻ 12,000, വേജസ് 1,03,000, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് 6,700. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ കോൺട്രാക്ട് വാസ് കമൻസ്ഡ് ഇൻ ജനുവരി 2020. അവിടെ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 2020 ആൻഡ് ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ₹4 lakh. അവിടെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 lakh ആണ് കോൺട്രാക്ട് പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. കോൺട്രാക്ട് പ്രൈസ് 4 lakh ആണ്. ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഡേറ്റ് വാസ് 1,72,000. അവിടെ ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത് 1,72,000 ആണ്. റെപ്രസെൻറ്റിങ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. അവിടെ 80% വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് 80% ആണ്. അതിൽ 1,72,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിസീവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ റിമൈനിങ് 20% ബീയിങ് റീറ്റെയിൻഡ് അണ്ടിൽ കംപ്ലീഷൻ. ബാക്കി ഇനിയുള്ള 20% എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് റിറ്റൻഷൻ മണി ആയിട്ടാണ് അവിടെ പറഞ്ഞത്. 20% റിറ്റൻഷൻ മണി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഓൺ ഹാൻഡ് വാസ് ₹4,500. പിന്നെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ വാല്യൂ 4,500 ആണ്. ദെൻ ആൻഡ് ദ വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ് വാസ് 4,000. വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്, പക്ഷെ എന്തില്ല, സർട്ടിഫൈ ചെയ്യാത്തതായിട്ട് ₹4,000 അവിടെ കാണിക്കുന്നുണ്ട്. അതായത് വർക്ക് അൺസർട്ടിഫൈഡിൻ്റെ എമൗണ്ട് 4,000. Then prepare an account in respect of contract showing profit to date assuming depreciation on plant at 10% per annum. എന്താണ് നമുക്ക് അവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിൽ പ്ലാന്റ് ഡിപ്രീസിയേഷൻ ആയിട്ട് 10% ആണ് പറഞ്ഞിട്ടുള്ളത്, 10% per annum. ആൻഡ് സ്റ്റേറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ദ കമ്പനി വുഡ് ബി ജസ്റ്റിഫൈഡ് ഇൻ ടേക്കിംഗ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിൽ എത്രയാണ് പ്രോഫിറ്റ് വരുന്നത് എന്നുള്ളതും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എന്ത് ചെയ്യണം? കാണണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്കിതിൽ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ആദ്യം കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് 4 കോളം. ഹെഡിങ് കൊടുത്തു കോൺട്രാക്റ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2020. ഇനി നമുക്ക് ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് നോക്കാം. നമ്മുടെ ആ ഫോർമാറ്റിൽ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 94,000 ആ എമൗണ്ട് കാണിച്ചു, 94,000. ദെൻ പ്ലാന്റ് 12,000 അതെടുത്തു, പ്ലാൻ 12,000. ദെൻ വേജസ് 1,03,000, വേജസ് 1,03,000 എടുത്തു. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് 6,700, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് പറഞ്ഞിട്ട് 6,700 എടുത്തു. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് വരാം. ഓക്കെ, ഡെബിറ്റ് സൈഡിലുള്ള വാല്യൂസ് ഒക്കെ കാണിച്ചു. ഇനി ക്രെഡിറ്റ് സൈഡിൽ എടുക്കേണ്ടത് ഫസ്റ്റ് വൺ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു തിയറി പോർഷനിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ 2 എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. വർക്ക് സർട്ടിഫൈഡ്, അതുപോലെ വർക്ക് അൺസർട്ടിഫൈഡ്, അങ്ങനെ 2 എമൗണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് 80% എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ 1,72,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിസീവ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് കാണാം. അതായത് നമുക്ക് മുഴുവനായിട്ടും അനുവദിച്ച് തന്നിട്ടുള്ള എമൗണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? 1,72,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 80 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് നമുക്ക് മൊത്തമായിട്ടും സർട്ടിഫൈ ചെയ്ത് തന്നിട്ടുള്ള എമൗണ്ട്. അതായത് നമ്മൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ സർവൈവർ നമ്മൾ ചെയ്ത വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ 1,72,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80 ചെയ്യുമ്പോൾ നമുക്ക് 2,15,000 ആണ് കിട്ടുന്നത് അല്ലേ? ഈ 2,15,000 നമുക്ക് ശരിക്കും പറഞ്ഞിട്ടില്ല സർട്ടിഫൈ ചെയ്തിട്ടുള്ള എമൗണ്ട്. അതിൽ 20% എന്താണ്?
റീറ്റൻഷൻ മണി ആയിട്ട് അവിടെ കീപ്പ് ചെയ്യും. നമുക്ക് മുഴുവനായിട്ട് തന്നിട്ടില്ല. അതിലാകെ നമുക്ക് തന്നിട്ടുള്ള എത്രയാണ് 1,72,000 നമുക്ക് തന്നിട്ടുള്ളൂ. അതിൽ ബാക്കി വരുന്ന ഇത് ഈ 2,15,000 ബാക്കി വരുന്ന 20% എന്താണ് അവിടെ റീറ്റൻഷൻ മണി ആയിട്ട് കീപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ ഇനി വർക്ക് അൺസർട്ടിഫൈഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വർക്ക് അൺസർട്ടിഫൈഡ് 4,000 ആണ്. അപ്പോൾ ആ എമൗണ്ട് കാണിച്ചു. ഇനി ഇത് രണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2,19,000 എന്നുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പുറത്തെ കോളത്തിലേക്ക് എഴുതുക. ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് മെറ്റീരിയൽ ഓൺ ഹാൻഡ്. അതായത് മെറ്റീരിയൽ ഓൺ ഹാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4,500 ആണ് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഇനി ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് മെറ്റീരിയൽ ഓൺ ഹാൻഡ് പറഞ്ഞിട്ട് 4,500 തന്നിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് കാണിച്ചു. ദെൻ ഇനി പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് അറ്റ് സൈറ്റ്. നമുക്ക് ഇനി ഡിപ്രീസിയേഷൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 10% ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണണം. അതിന് വേണ്ടിയിട്ട് പ്ലാന്റ് അറ്റ് സൈറ്റ്, പ്ലാനിൻ്റെ വാല്യൂ എത്രയാണ്, 12,000 ആണ് പ്ലാന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ 12,000 കാണിച്ചു. പ്ലാന്റ് അറ്റ് സൈറ്റ് 12,000. അതിന് എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 10%. അപ്പോൾ ഈ 12,000 10% കാണുമ്പോൾ 1,200 കിട്ടും. എന്നിട്ട് ഈ പ്ലാന്റിന് ഈ 12,000 നിന്ന് 1,200 മൈനസ് ചെയ്യുമ്പോൾ 10,800 എന്ത് കിട്ടും, നമുക്ക് പ്ലാനറ്റ് സൈറ്റ് ഇതിലെ എമൗണ്ട് ആയിട്ട്, അതിന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത എമൗണ്ട് ആയിട്ട് കിട്ടും. ഇനി അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കാനുള്ളത്. നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഐറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഇത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2,34,300 ആണ് അവിടെ കിട്ടുന്നത്. ഇനി ഇതിൽ ബാലൻസ് ആയിട്ട് വരുന്നത്, ബാലൻസ് കോളത്തിൽ, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആഡ് ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡാണ് എമൗണ്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അതിന് ഈ ഡെബിറ്റ് സൈഡിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് എന്ത്, നോഷണൽ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കേണ്ടത്. അതായത് 18,600 ആണ് എന്ത്, നോഷണൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്, ബാലൻസിങ് ഫിഗർ. ഇനി നോഷണൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, അടുത്ത പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബ്രോഡ് ഡൗൺ ചെയ്യണം അല്ലേ. അപ്പം ബൈ നോഷണൽ പ്രോഫിറ്റ് എന്ന് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ട് ആ എമൗണ്ട് അവിടെ കാണിക്കാം, 18,600 കാണിച്ചു. ഇനി എന്ത് ചെയ്യണം, ഈ 18,600 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് എത്രയാണോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണിക്കുക. അതിൽ എങ്ങനെയാണ് അതിൽ വന്നിട്ടുള്ള എത്രയാണ് പ്രോഫിറ്റ് കാണാനുള്ള ഒരു പ്രൊപ്പോർഷൻ നമ്മൾ കാണണം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് നാഷണൽ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കാണാൻ നമ്മൾ ആദ്യം എത്ര പോർഷനാണോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് നമുക്ക് അറിയണം അല്ലേ. അതിന് വേണ്ടിയിട്ട്, അതായത് എങ്ങനെയാണോ നമ്മൾ പ്രോഫിറ്റ് കാണേണ്ട, പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് തിയറി പോർഷനിൽ ഒരു 3 ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഏത് ക്രൈറ്റീരിയയാണ് എടുക്കേണ്ടത് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1/4 1/2 ആണ് മെയിനായിട്ട് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കോൺട്രാക്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് അല്ലേ. നോക്കാം, ഇവിടെ കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 lakh നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ 4 lakh കോൺട്രാക്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് കിട്ടിയ എമൗണ്ട് എത്രയാണ്, വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻസറിൽ നമ്മൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു 2,15,000 കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ 2 എമൗണ്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഏത് ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് അങ്ങനെയാണ് നോക്കുക. അതായത് 1/4 ആണോ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, 1/4 ആണോ അതോ അതിൽ ജാസ്തി ഉണ്ടോ അതോ 1/2 ആണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ടും അതുപോലെ കോൺട്രാക്റ്റ് പ്രൈസും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് പ്രൈസിൽ നമ്മൾ 1/2 ആണോ ആദ്യം ചെയ്ത് നോക്കുക. അപ്പോൾ 4 lakhന് 1/2 എന്ന് പറയുമ്പോൾ 2 lakh ആണ്. അപ്പോൾ ഇവിടെ വർക്ക് സർട്ടിഫൈഡ് വേണ്ടുള്ളത് 2,15,000 ആണ്. 1/2-നെക്കാട്ടിലും കൂടുതൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 1/2-നെക്കാട്ടും കൂടുതലെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതിൽ ഇവിടെ ഇഫ് കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഈസ് 1/2 ആൻഡ് മോർ ദാൻ 1/2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് 1/2-നെക്കാട്ടിലും കൂടുതലായിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്താ യൂസ് ചെയ്യേണ്ടത്, 2/3 ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ. 2/3 ഓഫ് നാഷണൽ പ്രോഫിറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ഈ 4 lakhൻ്റെ 1/2 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്, 2 lakh ആണ്. നമുക്കിവിടെ സർട്ടിഫൈഡ് പറഞ്ഞിട്ടുള്ളത് 2,15,000 ആണ്. 15,000 അധികം ഉണ്ട്. അപ്പോൾ 1/2-നെക്കാട്ടിലും കൂടുതലായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നാഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ അതിൽ പ്രോഫിറ്റ് കാരണം ഇക്വേഷൻ എങ്ങനെയായിരുന്നു, നാഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചു. അതിൽ
നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? നോഷണൽ പ്രോഫിറ്റ് 18,600 ആണ്. അപ്പോൾ 18,600 ഇൻറ്റു 2/3 ഇൻറ്റു 1,72,000 എന്താണ്? ക്യാഷ് റിസീവ്ഡ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ ക്യാഷ് റിസീവ്ഡ് കൊണ്ട് തന്നിട്ടുണ്ട് അല്ലേ? റിസീവ്ഡ് ഓൺ പറഞ്ഞിട്ട് 1,72,000 തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ് ഇവിടെ ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസറിൽ കിട്ടിയിട്ടുള്ളത്? 2,15,000 ആണ്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എമൗണ്ട് കാണുന്നത്. അതിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് എത്ര കിട്ടിയത്? 9,920 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അത്രയും കഴിഞ്ഞാൽ നമ്മൾ ആ രണ്ട് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 18,600 ആണ് കിട്ടിയത്. അതിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നതാണ് എത്ര? 8,680. അത് ആ എമൗണ്ട് നമുക്ക് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് എന്ത്? ബാലൻസിങ് ഫിഗറാണ് 8,680. അത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വർക്ക് സർട്ടിഫൈഡിനെയും അൺസർട്ടിഫൈഡും നോക്കണം. അതുപോലെ നോഷണൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വരുന്ന കാൽക്കുലേഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക്